വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഗൈസ് എപ്പോഴും ഇതേ സംഭവമാണ് എനിക്ക് നടക്കാറ്. ഞാൻ ഈവിൽ ഡെഡ് ബേൺ എന്ന മൂവി പണ്ട് പണ്ടത്തെ ഈവിൽ ഡെഡ് ബേൺ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും അത്യാവശ്യം നല്ല എൻ്റെ ഒരു ഹൊറർ മൂവിയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് സംഭവം തന്നെയായിരുന്നു ഇത്. കാരണം ഞാനത് ടി വി കണ്ടിട്ട് അത്യാവശ്യം പേടിച്ച് പോയൊരു മൂവി. ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റായി ഇറങ്ങിയ ഇത് ഈവിൽ ഡെഡ് ബേൺ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചത്, ഒരു പേടിയുമില്ല, ഒരുമാതിരി ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്രക്കും ഒരു ഹൈ എൻഡ് മൂവി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയി കണ്ട സമയത്ത് സത്യമായ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയി പോയ ഒരു മൂവിയാണ്. ലൈക്ക് ഇതിനകത്ത് ഹൊറർ എന്ന എലമെൻ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ട് പോലും ഇല്ല. ലൈക്ക് ഇത് ഒന്നാമത്തെ പ്രാവശ്യം ഇതേ സംഭവം. ഇതേപോലെ തന്നെ പണ്ടത്തെ ഗ്രേറ്റസ്റ്റ് മൂവീസ്, ഫോർ എക്സാമ്പിൾ ഫൈനൽ ഡെസ്റ്റിനേഷനും സെയിം സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ലാസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത്, ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈനോ എനിക്ക് പേര് ഓർമ്മയില്ല, തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇതേപോലെ കണ്ടു. സെയിം തിയേറ്ററിൽ പോയിട്ട് ഞാൻ കണ്ട സമയത്തും ലൈക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1, 2, 3, 4 അങ്ങനെ അത്രയും കണ്ട സമയത്തുള്ള ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് പുതിയ ലാസ്റ്റ് ഇറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷന് കിട്ടിയില്ല. ലൈക്ക് എന്തോ ഒരു മൂവി കണ്ടു ഇറങ്ങി ആ ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. സോ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഹൊറർ മൂവി കാണാൻ വേണ്ടി ഞാൻ ഈവിൾ ഡെഡ് ബേൺ വന്ന സമയത്ത് ഞാനും പോയി കണ്ടു. എന്ത് കുറേ കാലം ഒരു മര്യാദക്കുള്ള ഹൊറർ മൂവി കണ്ടിട്ടുണ്ട്. ആൻഡ് ഈവിൾ ഡെഡ് ബേൺ ഇതുവരെ ഇറങ്ങിയൊക്കെ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ടറി ലെവലിൽ കൊണ്ടുവന്ന് വെച്ച മൂവിയാണ് ഇത്രയും കാലം ഈവിൾ ഡെഡ് ഇറങ്ങിയ ഓരോ പാർട്ടും. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പാട്ടേ കണ്ടിട്ടുള്ളൂ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2013 16 റിലീസ് ചെയ്ത 13 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ഈവിൽ ഡെഡിൽ അത്യാവശ്യം നല്ല നല്ലൊരു സ്റ്റോറി ആയിക്കോട്ടെ, അതിൻ്റെ എലമെൻസും മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒരു മൂവി ആയിട്ട്, ലൈക്ക് എനിക്ക് പേഴ്സണലി എൻജോയ് ചെയ്യാനും അതേപോലെ ഹൊറർ ഫീൽ അടിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് അന്നത്തെ ഈവിൽ ഡെഡ് ബേൺ കണ്ടപ്പോൾ തോന്നിയത്. സോ ഈ ഒരു ലെവൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി ഈവിൽ ഡെഡ് ബേൺ കാണാൻ പോയത്. ആൻഡ് ഞാൻ ലൈക്ക് ഒഡാസി കാണാൻ കുറച്ചാൾ പറഞ്ഞു, പിന്നെ ഈവിൽ ഡെഡ് ബേൺ ഉണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് ഹൊറർ മൂവിയോട് താല്പര്യമുള്ളത് കൊണ്ടും ഞാൻ ട്രെയിലർ കമ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നി ഈവിൽ ഡെഡ് ബേണിലെ ഹൊറർ ലൈക്ക് ഒരിക്കലും മോശമായി, ലൈക്ക് നമ്മളെ എക്സ്പെക്റ്റേഷൻ തകർക്കൂല എന്ന് കരുതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പോയി കാണാൻ പോയി. പ്രത്യേകിച്ച് അവനും തീരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്കും പിന്നെ പറയാനില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ആ മൂവി എന്ന് പറയുന്നത് ലൈക്ക് ഒരു ടെർമിനേറ്റർ മിക്സ് പോലെ എനിക്ക് തോന്നി. ടെർമിനേറ്റർ ജോൺ വിക്ക് മിക്സ് വേണമെങ്കിൽ, ജോൺ വിക്ക് ലെവലല്ല, ലൈക്ക് ടെർമിനേറ്റർ ഒരു മിക്സ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഫുൾ ഫൈറ്റ് സീൻ തന്നെയാണ്. ഫൈറ്റ് 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 വേറൊന്നുമില്ല. നോർമലി ഒരു വിച്ചിൻ്റെ ബുക്ക് ഇത് നമ്മൾ മറ്റേ മന്ത്രം ചൊല്ലുന്നു, ലൈക്ക് പ്രൊസസ് ആവുന്നു, അങ്ങനെ അങ്ങനെ പോയി കുറേ സംഭവങ്ങളാണ് നോർമലി ഈവിൽ ഡെഡ് ബേൺ നടക്കാറ്. അപ്പം ദിസ് ടൈം മന്ത്രമൊന്നും ചൊല്ലുന്നില്ല, റൈസ് ചെയ്യുന്നു, ഫാമിലീനെ കൊല്ലാൻ വേണ്ടി വരുന്നു, ഒരു വെപ്പൺ ഫൈൻഡ് ചെയ്യാൻ വരുന്നു, വെപ്പൺ ഡിസ്ട്രോയ് ചെയ്യാൻ വരുന്നു. ലൈക്ക് പേഴ്സണലി സ്പീക്കിംഗ് ഗൈസ്, ഇപ്രാവശ്യത്തെ ഈവിൽ ഡെഡ് മൂവി ടോട്ടലി ഡിസപ്പോയിൻറ്റിങ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫൈനൽ ഡെസ്റ്റിനേഷനും ഇതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാണാൻ പോയതാണ്. കാരണം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഞാൻ ഇതുവരെ കണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് സംഭവിക്കുക. ബട്ട് ലാസ്റ്റ് ഇറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ ലാസ്റ്റത്തെ പാട്ടാണെന്ന് തോന്നുന്നത്. ഞാനും അത് നമ്മൾ 4-5 ഫ്രണ്ട്സ് കാണാൻ വേണ്ടി പോയി. പേഴ്സണലി സ്പീക്കിംഗ് ഗൈസ്, അതും എൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവലിലോട്ട് എത്തിയിട്ടില്ല. നമ്മുടെ ആരും എക്സ്പെക്റ്റേഷൻ ലെവലിലോട്ട് എത്തിയില്ല. ആർക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ പണ്ടത്തെ ഗ്രേറ്റ് മൂവീസ് ആയിട്ട് ഫീൽ ചെയ്ത് എല്ലാ പാട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും ഗ്രേറ്റ് ആയിട്ടും തോന്നിയ മൂവീസിനും ഇപ്പോൾ പുതിയ എൻഡിങ് പാർട്ടോ അല്ലെങ്കിൽ പുതിയ പാർട്സ് വരുന്ന സമയത്ത് വളരെ നമുക്ക് ഇങ്ങനെ ലൈക്ക് ആ സീരീസോട് ഈ മൂവി സീക്വൽസിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് ആർക്കുമായി ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി സീക്വൽസ് ഇങ്ങനെ ഓരോ ഓരോ സെക്ഷൻ, ലൈക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1, 2, 3, 4 എല്ലാം ഇഷ്ടപ്പെട്ട് ഞാൻ ലാസ്റ്റ് വന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ടൈം, ലൈക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മളെല്ലാം ടി വിയിലും OTT റിലീസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതൊരു പേഴ്സണലി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു ലൈക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പോയി കണ്ടു ഈവിൾ ഡെഡും ഫൈനൽ ഡെസ്റ്റിനേഷനും. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഡിസപ്പോയിൻറ്റിംഗ് ഗൈസ്. ഡിഡ് യു ഫീൽ ലൈക്ക് ദാറ്റ്? ലൈക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? അത്ര എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ട് പോയി നല്ലൊരു ഹൊറർ പടങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മൂവിൻ്റെ പുതിയൊരു പാർട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി കാണാൻ നോക്കുന്നു, ആൻഡ് വാട്ട് യു ഗെറ്റ് ഈസ് ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ്. നിങ്ങൾക്കും ഇതേപോലെ തോന്നിയ വൈസ്? സത്യം പറഞ്ഞാലും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. ഐ മീൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് പാർട്ടും ആയിക്കോട്ടെ,
ദ ഈവിൾ ഡെഡ് ബേൺ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയതായിക്കോട്ടെ, പണ്ടത്തെ ആയിരുന്നു സോ മച്ച് ബെറ്റർ. സോ എന്താ ഇവിടെ ഗൈസ്, ബൈ.